ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയത്തോടെയാണ് ഈ വർഷത്തെ ഷാങ്ഹായ് ഉച്ചകോടി സമാപിച്ചത്. ലോക ജനസംഖ്യയുടെ 43% പ്രതിനിധീകരിക്കുന്ന ഷാങ്ഹായ് കൂട്ടായ്മയുടെ 25ാം വാർഷികം ചൈനയിലെ ടിയാൻജിനിൽ കഴിഞ്ഞയാഴ്ച അവസാനിച്ചപ്പോൾ ഉച്ചകോടിയിൽ തിളങ്ങി നിന്നത് ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ താക്കീതാണ് ഷാങ്ഹായ് ഉച്ചകോടി നൽകിയത്. ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതും ഉച്ചകോടിയിൽ ദൃശ്യമായി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെയും ശക്തമായ നിലപാടിനെയും ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. ഉച്ചകോടിയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തെ അംഗരാജ്യങ്ങൾ രൂക്ഷമായി വിമർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കത്തിന്റെ നേട്ടമായി വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വൻ ശക്തി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന SCO രാഷ്ട്ര നേതാക്കൾ ഒറ്റക്കെട്ടായി പഹൽഗാം ആക്രമണത്തെ അപലപിച്ചു. ചരിത്രപരമായ ഈ ചുവടുമാറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമാണ് ചൂണ്ടിക്കാട്ടുന്നത്. പാക് പിന്തുണയുള്ള ഭീകരർ നടത്തിയ പഹൽഗാം ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് ഉച്ചകോടി അപലപിച്ചത്. ചൈനയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ പഹൽഗാമിന് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. ഭീകരാക്രമണത്തിന് പിന്തുണ നൽകിയവരെയും ഗൂഢാലോചനക്കാരെയും ആക്രമണം നടപ്പാക്കിയവരെയും അന്താരാഷ്ട്ര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സംയുക്ത പ്രസ്താവന ആവശ്യപ്പെട്ടു. പാകിസ്ഥാനുള്ള പരോക്ഷ മുന്നറിയിപ്പായിരുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങളുടെ സംയുക്ത പ്രസ്താവന. ഉച്ചകോടിയുടെ പ്രാഥമിക സമ്മേളനത്തിൽ പാക് പിന്തുണയുള്ള ഭീകരതയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചു. ഭീകരത ഒരു രാജ്യത്തിനു മാത്രമല്ല മാനവികതയ്ക്കു തന്നെ ഭീഷണിയായി തുടരുകയാണ്. ഭീകരതയെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും പാകിസ്ഥാന് പ്രധാനമന്ത്രി ഷഹബാസ ഷെരീഫിനെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും വേദിയിലിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നടിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച അംഗരാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിന്നിത്തിളങ്ങിയ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് നൽകിയതാകട്ടെ കടുത്ത നിരാശ മാത്രം. ഉച്ചകോടി വേദിയിൽ ഷീ ജിൻപിങ്ങുമായും വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിക്കൂറുകളോളം ആശയവിനിമയം നടത്തിയപ്പോൾ ഷഹബാസ് ഒതുക്കി നിർത്തപ്പെട്ടു. ലോക നേതാക്കൾ നരേന്ദ്രമോദിക്ക് ചുറ്റും നിന്ന് സൗഹൃദം പങ്കിടുമ്പോൾ ഷഹബാസിന്റെ മുഖത്ത് നിരാശ പ്രകടമായിരുന്നു. ലോകരാജ്യങ്ങളെ വകവയ്ക്കാതെ ഏകപക്ഷീയ തീരുമാനങ്ങളിലൂടെ ആഗോളതലത്തിൽ അസ്ഥിരത സൃഷ്ടിക്കുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയും ചൈനയും റഷ്യയും ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കുമെന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഷാങ്ഹായ് ഉച്ചകോടി. ഉച്ചകോടിക്ക് മുൻപ് ടിയാൻജിനിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രത്യേക കൂടിക്കാഴ്ച സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നയമെന്ന സന്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ലോകരാജ്യങ്ങൾക്കും നൽകുന്നതായിരുന്നു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റുമായി ചർച്ച നടത്തിയ സാഹചര്യം തന്നെ പ്രത്യേകതയുള്ളതാണ്. ഇന്ത്യയിൽ നിന്നുമുള്ള കയറ്റുമതിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 50% തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുകയായിരുന്നു. വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ പ്രധാന പങ്കാളിയായ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് പ്രഹരമേൽപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം മറികടക്കാൻ മറ്റു രാജ്യങ്ങളുമായുള്ള സൗഹൃദം ഇന്ത്യക്ക് ഏറെ വിലപ്പെട്ടതാണ്. 5 വർഷം മുൻപ് ഗൽവാൻ പർവ്വതനിരകൾ ഉയർന്നുകേട്ട പോർവിളികൾ ഇന്ത്യയും ചൈനയും മറന്നിരിക്കുന്നുവെന്നാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വളർന്നുവരുന്ന സൗഹൃദം പ്രകടമാക്കുന്നത്. ഇന്ത്യയും ചൈനയും പരസ്പരം മത്സരിക്കേണ്ടവരല്ല, പങ്കാളികളായി കാണണമെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഇപ്പോഴത്തെ നിലപാട്. സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അന്തരീക്ഷത്തിലാണ് ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കേണ്ടതെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണിതെന്നും അതിനാൽ അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കുമ്പോൾ പരസ്പര ധാരണയും പിന്തുണയും വേണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു. ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും തുല്യ പ്രാധാന്യത്തോടെ ചുവന്ന പരവതാനി വിരിച്ചാണ് ചൈനീസ് പ്രസിഡന്റ് സ്വീകരിച്ചത്.
US-നെതിരെ മറ്റൊരു ചേരി രൂപപ്പെടുന്ന ദൃശ്യമാണ് ടിയാൻജിനിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. US-ന്റെ ഭീഷണി മറികടക്കാൻ റഷ്യ, ഇന്ത്യ, ചൈന അഥവാ RIC കൂട്ടായ്മ ശക്തപ്പെടുന്നതിന്റെ സൂചനകളും ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ വ്യക്തമായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരുമിച്ചും വെവ്വേറെയും കൂടിക്കാഴ്ച നടത്തി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതും RIC ശക്തിപ്പെടുന്നതിന്റെ തെളിവായി കാണുന്ന നിരീക്ഷകരുണ്ട്. സമ്മർദ്ദത്തിലാക്കി നേട്ടം കൊയ്യാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിനു വശപ്പെടാതെ കടുംപിടുത്തം ഉപേക്ഷിച്ച് പരസ്പരം കൈകൊടുക്കാൻ RIC രാഷ്ട്ര നേതാക്കൾ തയ്യാറാകുന്നതും പുതിയൊരു ചേരി ശക്തമാകുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ആഗോള വിപണിയിൽ അമിതമായി ഡോളറിനെ ആശ്രയിക്കുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയും ഉപേക്ഷിച്ചാൽ അമേരിക്കൻ ഭരണകൂടത്തിന് വിയർക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ടച്ചുങ്കം തള്ളിയ ഇന്ത്യയും റഷ്യയും സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് തുടരുമെന്നുള്ള രണ്ട് രാജ്യങ്ങളുടെയും പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിനെ അലോസരപ്പെടുത്തും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഇരട്ടച്ചുങ്കം ചുമത്തിയതിനു പിന്നാലെയാണ് ഇരുവരും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തതും കൂടിക്കാഴ്ച നടത്തിയതും. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സമ്മാനമെന്ന പോലെ ഇന്ത്യക്കുള്ള ക്രൂഡ് ഓയിലിന് 2 മാസത്തേക്ക് ബാരലിന് 3 മുതൽ 4 വരെ ഡോളർ വിലക്കിഴിവും റഷ്യ പ്രഖ്യാപിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഇരട്ടച്ചുങ്കം ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന് മറുപടി നൽകുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഏറ്റവും വലിയ സന്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനായിരുന്നു. പിഴ തീരുവയെ ഉപകരണമാക്കി വിദേശ നയം നടപ്പാക്കുന്നത് നടക്കില്ലെന്നും ഏകധ്രുവ ലോകത്തിന് അവസാനമായിരിക്കുന്നുവെന്നും അമേരിക്ക നയിക്കുന്ന പാശ്ചാത്യ കൂട്ടായ്മകൾക്ക് ചെറുക്കാൻ കഴിയാത്ത ശക്തികളായി ബ്രിക്സും SCO മാറിയിരിക്കുന്നുവെന്നും ഷാങ്ഹായ് ഉച്ചകോടി ട്രംപിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു.